കൊച്ചി കടവന്ത്രയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. സ്വകാര്യ വ്യക്തി കരാറിലെടുത്ത റെയിൽവേയുടെ ക്യാന്റീനിലാണ് പഴയ ഭക്ഷണം പിടികൂടിയത്. ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ഡാനി പോളിന്റെ റിപ്പോർട്ട്. കൊച്ചിൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് കൊച്ചിയിൽ പരിശോധന നടത്തുന്നത്. വലിയ രീതിയിൽ തന്നെ പഴകിയ ഭക്ഷണം പിടിച്ചിരിക്കുന്നു. ഇത് റെയിൽവേക്ക് വിതരണം ചെയ്യുന്നതിന് ഇവർ പറയുന്നത് വന്ദേ ഭാരതിൽ അടക്കം വിതരണം ചെയ്യാൻ ഇവിടുന്ന് ഭക്ഷണ സാമഗ്രികൾ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇവിടെയാണ് തയ്യാറാക്കുന്നത്. ഇത് പരിസരവാസികളാണ് ഇതിൽ പരാതി ആദ്യം ഉന്നയിച്ചത്. കാരണം രൂക്ഷമായ ഗന്ധവും മറ്റും അനുഭവപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പരിസരവാസികൾ പരാതിയുമായിട്ട് ഇവിടേക്ക് വരുന്നത്. ഇതിൻ്റെ ഈ പരിസരമാണ് ഇവിടെയൊക്കെയാണ് കോർപ്പറേഷൻ ഇപ്പോൾ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ഇതിനകത്ത് നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങളടക്കം അത് പാകം ചെയ്യുന്നതെല്ലാം തന്നെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ്. പഴകിയ സാധനങ്ങളടക്കം പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് പറയുന്നത്. ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ അടക്കമുള്ള രീതിയിലുള്ള പരിശോധനകൾ ഇതിനകത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ ഭക്ഷണം ഇവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. തീർത്തും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ ഇതെല്ലാം തന്നെ തയ്യാറാക്കുന്നു എന്നതാണ് ഇവർ പറയുന്നത്. ഏതായാലും പരിശോധന നടത്തി ഭക്ഷണം പിടിച്ചിരിക്കുന്നു. വന്ദേ ഭാരത് ട്രെയിനിലേക്ക് അടക്കം ഇത് വിതരണം ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഏതായാലും അതിൻ്റെ ഒരു സ്റ്റിക്കറുകളും അടക്കം ഈ ട്രെയിനിൻ്റെ സ്റ്റിക്കറുകളടക്കം ഫുഡ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കൊപ്പം ആരോഗ്യവകുപ്പ് വിഭാഗം കോർപ്പറേഷനിൽ ചേരുന്നു. എന്താണ് ഇവിടെ നിന്ന് മാഡം കണ്ടത്? ഇവിടെ ഞങ്ങൾ ഒരു പരാതി വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വന്നതാണ്. അപ്പം നോക്കുമ്പോൾ ഇവിടെ എല്ലാ ഭക്ഷണ സാധനങ്ങളെല്ലാം തുറന്ന് ആകെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവിടെ കണ്ടത്. അപ്പോൾ അതെല്ലാം നമ്മൾ പിടിച്ചെടുക്കുമായിരുന്നു. ഇതിൻ്റെ അധികാരികളെ വിളിച്ച ആകെ ഒരു മാനേജറാണുള്ളത്. ആ മാനേജർ 2 ദിവസമേ ഉള്ളൂ ചാർജ് എടുത്തിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇത് റെയിൽവേക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന ക്യാൻറ്റീനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റ് അതായത് വന്ദേ ഭാരതിലടക്കം ഇവിടുന്ന് വിതരണം ചെയ്യുന്നു. അതെ വന്ദേ ഭാരതിലോട്ടുള്ള ഇപ്പോൾ സ്റ്റിക്കർ നമുക്ക് ഇവിടെ പരിശോധിച്ചതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വന്ദേ ഭാരതിലോട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന കൊടുക്കുന്നതാണെന്നാണ് ഇവിടെ പൊതുവെ അതെ ഫ്രീസറിൽ നിന്ന് കിട്ടിയ മീറ്റൊക്കെ ആണെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ഫ്രീസറിലൊക്കെ പാചകം ചെയ്ത ചിക്കനൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മളിവിടെ വരുമ്പോൾ കുറച്ച് ഹിന്ദിക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയത്തില്ല. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ. പിന്നെ ഇവർ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെയും ഭയങ്കര വൃത്തിഹീനമാണ് സാഹചര്യം. മാഡം പറഞ്ഞതുപോലെ തീർത്തും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ നിന്ന് ഭക്ഷണ സാധനങ്ങളടക്കം പിടിച്ചെടുത്തിരിക്കുന്നു. ഇതിൻ്റെ പിൻഭാഗത്തേക്കും ഇവിടേക്കെല്ലാം തന്നെ വരുമ്പോൾ ഈ അന്തരീക്ഷമെല്ലാം വളരെ മോശമാണ്. പ്രത്യേകിച്ച് രൂക്ഷമായ ഒരു ഗന്ധമാണ് ഇവിടെ നിലനിൽക്കുന്നത്. തീർത്തും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്നാണ് ഈ കേരളത്തിൻ്റെ അഭിമാനമെന്ന് റെയിൽവേയുടെ അഭിമാനമെന്നെല്ലാം തന്നെ പറയുന്ന വന്ദേ ഭാരതത്തിലേക്കെല്ലാം തന്നെ ഭക്ഷണം കൊണ്ടുപോകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. തീർത്തും മോശമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. പരിസരത്തുള്ളവരാണ് ഇവിടെ രാത്രി സമയങ്ങളിൽ ഭയങ്കര സ്മെല്ലാണ്. ഏകദേശം 200 കുടുംബങ്ങൾ പുറകിൽ താമസിക്കുന്നുണ്ട്. കൂടാതെ അപ്പുറത്ത് 10-200ഓളം വീടുകളുണ്ട്. ദുർഗന്ധം കൊണ്ട് നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഇന്നലെ നമ്മൾ ഗതികെട്ടിട്ടാണ് നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി ഹെൽത്ത് ഇൻസ്പെക്ടറെയും കൗൺസിലറെയും വിളിച്ച് കാണിച്ചു കൊടുത്തത്. ഇവർ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇതിനേക്കാളും വളരെ ശോചനീയമായ അവസ്ഥയാണ്. അവിടെ ചിക്കനും മൈദയെല്ലാം കൊടുന്ന് പുറത്ത് മഴയത്തിട്ട് ചീഞ്ഞ് ചിക്കനാണ് ഈ ദിവസങ്ങളോളം പഴക്കമുള്ള ചിക്കനായിരുന്നു. പരിസരവാസികൾ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ ശക്തമായിട്ട് നമ്മൾ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ നടപടികൾ ഉണ്ടായത്. അതായത് ഈ ട്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം ഇത്രയും മോശപ്പെട്ട ദിവസങ്ങളോളം പഴക്കമുള്ള ചിക്കൻ്റെ പീസുകൾ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കേണ്ട സാധനങ്ങൾ ഡേറ്റ് കഴിഞ്ഞത് പോലും ആഴ്ചകൾ കഴിഞ്ഞുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഭയങ്കര മോശം അവസ്ഥയാണ്. എന്തായാലും അത് നടപടി ഉണ്ടാവണം. എന്തായാലും തീർത്തും മോശമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. ഇതിനകത്ത് പുറത്തേക്കെല്ലാം തന്നെ മാലിന്യം തള്ളുന്ന ഓടയിലേക്കെല്ലാം തന്നെ മാലിന്യം തള്ളുന്ന ഇടമാണ്. ഈ പരിസരവാസികൾക്ക് ഇവിടെ നിൽക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ദുർഗന്ധവും കാര്യങ്ങളും എല്ലാം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കോർപ്പറേഷൻ കടന്നിരിക്കുന്നത്. ആരോഗ്യ വിഭാഗം ഇവിടെ പരിശോധന തുടരുകയാണ്. ഏതായാലും തുടർ നടപടികൾ ആരും തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇതിൻ്റെ എടുത്തവരോ അല്ലെങ്കിൽ ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും കോർപ്പറേഷൻ പരിശോധനകളടക്കം ഇതിൻ്റെ അകത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ഭക്ഷണം ഇതിൻ്റെ അകത്ത് നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ്. കോർപ്പറേഷൻ്റെ തുടർ നടപടികളും ഇനി വൈകാതെ ഉണ്ടാകും. സ്ഥാപനം അടച്ചുപൂട്ടുന്നതിലടക്കം കൊച്ചി കോർപ്പറേഷൻ കടക്കുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.